ഈ പുറലോകം കാണിക്കരുത്. പിള്ളേര് ചാവണം പറഞ്ഞ് നടക്കുക. ശരിക്കും സംഭവിച്ചത് വെളുപ്പിനെ 6 മണിയായപ്പോ കുഞ്ഞുങ്ങളെ വന്ന് കൊണ്ടുവന്നു. നമ്മള് വിവരം ചോദിച്ചു. അപ്പൊ തന്നെ ചോദിച്ചു എന്തോ കാര്യമെന്ന് ചോദിച്ചു. പോലീസാണെന്നും പറയുന്നില്ല. എന്നിട്ട് ഇടയ്ക്കുന്നൊരു സാറ് ഞങ്ങള് സ്കൂട്ടിൽ നിന്ന് വന്നയാന്ന് പറഞ്ഞു, സ്റ്റേഷനിൽ നിന്ന് വന്നയാ. യൂണിഫോം ഒന്നും ഇട്ടില്ല, സിവിൽ ഡ്രസ്സിലാ വന്നത്. സിവിൽ ഡ്രസ്സിൽ വന്നു വീടിന് ചുറ്റും വട്ടം ചുറ്റി നിൽക്കുമായിരുന്നു. ആ വട്ടം ചുറ്റി നിന്നിട്ട് ഇങ്ങനൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം 15 വയസ്സുള്ളൊരു പുള്ളി എത്രത്തോളം എങ്ങനെ ഓടാൻ പറ്റത്തില്ല അതിന്. കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടിയാൽ മതിയല്ലോ. വന്ന് വിളിച്ചോണ്ട് എന്റെ മോൻ ആംബുലൻസായിട്ട് ഇറങ്ങി വന്നു. എന്തോ സാറേ കാര്യം? അപ്പൊ സ്കൂളിൽ നടന്നൊരു വിഷയമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ സ്കൂളിൽ നിങ്ങൾ എന്തെങ്കിലും അടിവിഷയം ഉണ്ടാക്കിയോ? ഇല്ലമ്മ ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവൻ സ്കൂളിൽ പോകുന്നില്ല. മാർച്ച് മാസം പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോകുന്നില്ല. അലോട്ട്മെന്റ് തിരക്കാൻ ഞാനും എന്റെ മോനും ഇവിടെ പോകുന്നേ. ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവരിവിടെ കൊണ്ടുവന്നു. ഞങ്ങള് അവിടുന്ന് കുഞ്ഞുങ്ങളെ വണ്ടി കയറ്റി, കുഞ്ഞുങ്ങളെ തന്നല്ല കൊണ്ടുവന്ന്, രക്ഷകർത്താക്കളെയും കൂടെ കൊണ്ടുവന്നു. ഒരാളെ എന്റെ ഭർത്താവിനെയും കൂടെ കൊണ്ടുവന്നേ. അപ്പം ആ കൊണ്ടുവന്നതിന്റെ പുറകെ ഞാൻ പോയി എന്റെ അച്ഛനെയും അമ്മയും വിവരം അറിയിച്ച് ഞങ്ങളെല്ലാം കൂടെ ഇവിടെ വന്നിട്ട് അവരിവിടെ വന്നിട്ടില്ല. അവർ വേറെ ഏതൊക്കെയോ കുട്ടികളെ തിരക്കി പോയേക്കോ. പോലീസുകാർ വന്ന വണ്ടി പോലീസിന്റെ വണ്ടിയാണോ അതോ? പോലീസിന്റെ വണ്ടിയിലല്ല, അല്ല അതൊരു കാറിനകത്ത് അവര് വന്നേ. പോലീസ് വണ്ടി കൂടെ പ്രൊട്ടക്ഷൻ ആയിട്ട് കൂടെ ഉണ്ട്. നിങ്ങൾ ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ആ അച്ഛൻ്റെ അമ്മേൻ്റെ അവസ്ഥ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിനകത്തും ഞാൻ പറഞ്ഞ ഇതേ കാര്യമാണ്. ആ കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ നടക്കുകയാണെന്ന്. കാരണം തെറ്റ് ചെയ്യാത്ത കുട്ടികളാണ്. പ്രേമം നിരസിച്ചതിൻ്റെ പേരിൽ ഇതിലും വലിയ ശിക്ഷ ഇനി കിട്ടാനുണ്ടോ? ആ അച്ഛൻ്റെ അമ്മേൻ്റെ അവസ്ഥ, മക്കളെ പിടിച്ചുകൊണ്ട് പോയത് എന്തിനാന്ന് പോലും അറിയില്ല. അവിടെ പോയപ്പോൾ ഇങ്ങനെ ഒരു 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച കുറ്റം. ആ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇവന്മാർ തെറ്റ് ചെയ്യാതെ ഇവന്മാരെ വീട്ടുകാരായാലും കൂട്ടുകാരായാലും കുടുംബക്കാരായാലും നാട്ടുകാരായാലും പോലീസുകാരായാലും ഈ മാധ്യമങ്ങളായാൽ പോലും അവർ കുറ്റം പറയുമ്പോൾ അത് കേട്ട് നിൽക്കുന്ന ആ ആൺകുട്ടിയുടെ അവസ്ഥ, ഇങ്ങനെയൊക്കെ ചതി ചെയ്യുന്നത് ശരിയാണോ? പെൺകുട്ടികളെ, അത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി, നിങ്ങൾ ഇതുപോലുള്ള തെണ്ടിത്തരം ആരോടും കാണിക്കരുത് കേട്ടോ. അവന് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഈ ഒരു മാർഗമാണോ സ്വീകരിക്കേണ്ടത്? ആ പിള്ളേരുടെ ഭാവി, ആ പിള്ളേരുടെ കുടുംബത്തിൻ്റെ ഭാവി. ഇനിയിപ്പോൾ ഈ പെണ്ണ് കാരണം അവരുടെ വീട്ടിലെ അച്ഛനും അമ്മയും കുടുംബക്കാരും ഒക്കെ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? എന്തായാലും ഈ ചെക്കന്മാർക്കറിയാലോ ഇന്നൊരുത്തിയാണെന്ന്. ഇപ്പോഴുള്ള പിള്ളേരുടെ ക്രിമിനൽ മൈൻഡ്, ഇതൊക്കെ ആലോചിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ തല്ലുകൂടുന്നത് ഒരു മുട്ടായിക്ക്, അല്ലെങ്കിൽ ബസ്സിൽ സീറ്റ് കിട്ടിയില്ല, നിസ്സാര കാര്യത്തിനൊക്കെയാണ് നമ്മൾ തല്ലുകൂടിയും അടികൂടുകയും ചെയ്യുന്നത്. പിറ്റേ ദിവസം കാണുമ്പോഴത്തേക്ക് എന്താ അടി, സുഖമാണോ, അല്ലെങ്കിൽ എന്താ അളിയ എന്ന് വിളിച്ച് തോളെ കൂടെ കൈയിട്ട് പോകുന്നൊരു ഈ വന്ന കാലം മൊബൈല്. അപ്പം മൊബൈൽ എത്ര മാത്രമാണ് പിള്ളേരെ ആകർഷിച്ചേക്കുന്നതെന്ന് നോക്കണം. പോക്സോ കേസ് എന്താണെന്ന് ഈ പിള്ളേർക്കറിയാം. പോക്സോ എന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് നമ്മൾ ഈ ഒരു 5 വർഷത്തിനിടയ്ക്കാണ്. ഈ കുഞ്ഞു കുട്ടികൾ 13 വയസ്സിൽ പോക്സോ കേസ് എന്നൊക്കെ വല്ലാത്തൊരു കഷ്ടമാണ് ഇത് അനുഭവിക്കുന്ന അച്ഛൻ്റെ അമ്മേൻ്റെ മനസ്സേ. അവരെത്ര വേദനയോടെയാണ് ഈ വീഡിയോസ് ഷെയർ ചെയ്തേക്കുന്നതെന്നറിയോ? സിവിൽ ഡ്രസ്സിലെ ആൾക്കാർ കാറിനകത്തും അല്ലാതെ പോലീസ് ഡ്രസ്സില് പോലീസ് ജീപ്പിനകത്തോ വന്നത്. അവര് പുറകാലം ഇങ്ങനെ വരുമായിരുന്നു. എന്നിട്ട് നമ്മുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഒരു ഇരുട്ട് മുറി, ചാരിറ്റബിൾ വെൽഫെയറിന്റെ ഓഫീസിൽ അവിടെ കയറ്റി ഇരുട്ട് മുറി കയറ്റി ഇരുന്ന് ചോദ്യം ചെയ്ത് ഞങ്ങളൊരു 3:30 അപ്പൊ ഞങ്ങൾ 2 രക്ഷകർത്താക്കളും കൂടെ ചെന്ന് ഇവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തർക്കിച്ചതിന്റെ പേരിലാണ് അവരെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ കാണിച്ചില്ല. പോലീസ് ഇതേപോലെ കൈ കട്ടളപ്പടി വെച്ചത് ഞങ്ങൾ കൈ തട്ടി മാറ്റിയിട്ടാണ് ഞങ്ങൾ 2 അകത്ത് കയറി കുഞ്ഞുങ്ങളെ കാണുന്നത്. അപ്പൊ ഞങ്ങളുടെ 2 മക്കൾ എഴുന്നേറ്റ് എന്ന് പറയുന്നത് അമ്മേ ഞങ്ങളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാമെന്ന്. കാരണം നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളെ ഇതിനകത്തിടും, സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാവുന്നു. സമ്മതിപ്പിക്കുക കുഞ്ഞുങ്ങളെ കൊണ്ട്. പിടിച്ചു പോക്കി പിടിച്ചിട്ട് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇറങ്ങി പോത്തില്ല. ഇത് വേറൊരു അമ്മയായിരുന്നു കേട്ടോ. ആ വേറൊരു അമ്മയുടെ അടുത്താണ് ഇതുപോലെ പറഞ്ഞത്. സത്യം പറഞ്ഞില്ലെങ്കിൽ ഇറക്കി വിടില്ലെന്ന്. കൊള്ളാം. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ നയം. പോലീസുകാർക്ക് പെരുദോഷം പോലീസുകാർ തന്നെ. നിങ്ങൾ കേസ് അന്വേഷിക്കണം, അതിൻ്റെ ഉത്തരവാദിയായ പ്രതിയാണെങ്കിൽ ശിക്ഷിക്കണം. ചില ആൾക്കാരുണ്ട് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ മതി. അവർക്ക് ചിലപ്പോൾ കൂട്ടുകാരിയാകാം, അല്ലെങ്കിൽ മറ്റു പലതും കൊടുക്കുന്ന ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ അവർ കേസ് പോലും അല്ലെങ്കിൽ കാര്യങ്ങൾ പോലും അന്വേഷിക്കാതെ വന്നിട്ട് ആരെങ്കിലും പേരിൽ FIR എടുക്കുമോ? അത് അന്വേഷിച്ച പോലീസുകാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയ പോലീസുകാരൻ പറഞ്ഞു കേസെടുക്കാനെന്ന്.
ഞാൻ ചോദിച്ചു, ഒരാൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് വന്ന് തിരക്കുക, ആ കടയിൽ വന്ന് തിരക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സമീപത്ത് വന്ന് തിരക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് നടന്നാൽ അതിൻ്റെ ചുറ്റുവട്ടത്തും വന്ന് തിരക്കിയിട്ട് വേണം FIR ഇടാൻ. അല്ലാതെ ഒരാൾ വന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം, ചിലപ്പോൾ കാമുകിയായിരിക്കാം, ചിലപ്പോൾ മറ്റു പലതും ആയിരിക്കാം അല്ലേ. അല്ലെങ്കിൽ പാതിരാത്രിയിൽ ഇയാൾ എന്നെ ഇങ്ങനെ വിളിച്ചു, അല്ലെങ്കിൽ അയാൾ എങ്ങനെ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൾ അതാണ് എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും മറ്റുള്ളവരുടെ പേരിൽ പോയി കേസ് കൊടുക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരാദ്യം എന്താ ചെയ്യുന്നത്? അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെയും കൂടെ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ഇയാളെ ഇങ്ങനെ കുത്തിയോ, അല്ലെങ്കിൽ നിങ്ങൾ ഇയാൾ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ ചോദിക്കും. ഇപ്പോഴത്തെ പോലീസുകാർ അതിനൊന്നുമല്ല, പണം, സ്ത്രീ, അതുപോലെ മറ്റു പലതും. അതാണ്. നല്ല പോലീസുകാരും ഉണ്ട് കേട്ടോ, എല്ലാവരെയും അല്ല കേട്ടോ, നല്ല പോലീസുകാരും ഉണ്ട്. കേസ് എന്താണ് ഏതാണ് എന്നറിഞ്ഞിട്ട് FIR എടുക്കുന്ന പോലീസുകാരും ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള പോലീസുകാരാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ഒരു പെൺകുട്ടി വന്നിട്ട് പോക്സോ കേസാന്ന് പറഞ്ഞാൽ ഉടനെ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണുങ്ങളെ പോയി വിളിച്ചിറക്കിക്കൊണ്ട് വരിക, തല്ലുക, നീ കുറ്റം